കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹിതരും ഷെഖീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറിയം അവൾ ഈ കാലഘട്ടത്തിൻ്റെ അടയാളമാണ്. മറിയം അവൾ സ്വർഗത്തിൻ്റെ സന്ദേശവാഹകയാണ്. മറിയം അവൾ നൽകുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ദൂതാണ്. മറിയം അവൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും നിത്യ ജീവിതമാണ്. ദൈവത്തോട് ചേർന്നുള്ള നിത്യകാലത്തെ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മതിവരാത്ത ജീവിതത്തിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കണം എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടിയാണ് മറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നോടി നടന്ന് സ്വർഗത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുക. ആദ്യ നൂറ്റാണ്ട് മുതൽ നമ്മളായിരിക്കുന്ന ഈ നൂറ്റാണ്ട് വരെ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് പ്രകടമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും ഈശോ അമ്മയായി നൽകി. യോഹന്നാനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് കുരിശിൽ കിടന്ന് ഈശോ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പിന്നീട് ലോകത്ത് വരാനിരിക്കുന്ന സകല മക്കളെയും എന്നെയും നിങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് മക്കളായി ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നൽകുകയുണ്ടായി. പരിശുദ്ധ അമ്മ ഈശോ നൽകിയ ആ സമ്മാനം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് ഈശോ കുരിശിൽ നേടിയ ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി എൻ്റെയും നിങ്ങളുടെയും നിത്യജീവന് വേണ്ടി അമ്മ അധ്വാനിച്ചു കൊണ്ടിരിക്കുക, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് 110 എപ്പിസോഡുകളിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുതകരമായ ഇടപെടലുകൾ കാണുവാൻ പരിശ്രമിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയം ഇന്നും ജീവിക്കുകയും ഇന്നും നമ്മോടൊത്ത് വസിക്കുകയും നമ്മോട് സംസാരിക്കുകയും നമുക്ക് വേണ്ട സഹായങ്ങൾ സ്വർഗത്തിൽ നിന്ന് നേടിത്തരികയും ചെയ്യുന്ന ശക്തയായ ഒരു മാധ്യസ്ഥയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ചില സഭാ വിഭാഗങ്ങൾ, പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളൊക്കെ പലപ്പോഴും കോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ ഏക മധ്യസ്ഥനേയുള്ളൂ, യേശു ക്രിസ്തു. മറ്റൊരു മധ്യസ്ഥരില്ല. അതുകൊണ്ട് കന്യകാമറിയം ഒരു മധ്യസ്ഥയല്ല, വിശുദ്ധര് മധ്യസ്ഥരല്ല എന്നൊക്കെ പറയുന്നത് നാം കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തിരിച്ചറിയുന്ന സത്യപ്രകാരമാണ് സ്വർഗത്തിനും
ഭൂമിക്കുമിടയിൽ ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, ഏക മധ്യസ്ഥനാണ് യേശുക്രിസ്തു. അവനാണ് രക്ഷകൻ, അവൻ മാത്രമാണ് രക്ഷകൻ, അവൻ ഏക രക്ഷകനാണ്. എന്നാൽ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധരുമൊക്കെ ആരാണ്? ഏക രക്ഷകനായ പിതാവിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് മുൻപിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ് പരിശുദ്ധയമ്മയും വിശുദ്ധരും. പിതാവായ ദൈവത്തിന് മുൻപിൽ നമുക്ക് മധ്യസ്ഥനായി ദൈവം നൽകിയത് പുത്രനായ ദൈവത്തെ യേശുക്രിസ്തുവിനെ. എന്നാൽ ഈ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങളൊക്കെ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ തടസ്സം നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ കടന്നു വരുന്നു. വിശുദ്ധ ജീവിതം നയിച്ച വിശുദ്ധർ കടന്നു വരുന്നു. യേശുക്രിസ്തുവിന് മുൻപിൽ, ഏക മധ്യസ്ഥനായ യേശുക്രിസ്തുവിന് മുൻപിൽ, ഏകരക്ഷകനായ നമ്മുടെ ദൈവമായ യേശുക്രിസ്തുവിന് മുൻപിൽ നമുക്ക് വേണ്ടി അവൻ്റെ അമ്മയും അവൻ്റെ സ്നേഹിതന്മാരും അവൻ പറഞ്ഞതനുസരിച്ച് ത്യാഗത്തിലൂടെ, സഹനത്തിലൂടെ, രക്തസാക്ഷിത്വത്തിലൂടെ ജീവിതം നയിച്ച് അവനെ മഹത്വപ്പെടുത്തിയ, അവനെ പ്രീതിപ്പെടുത്തിയ, അവൻ്റെ കൂടെ വസിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി അവന് മുൻപിൽ മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെയും മറ്റ് വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ നമ്മൾ അവഗണിക്കരുത്. യേശുക്രിസ്തു തൻ്റെ അമ്മയ്ക്കും തൻ്റെ സ്നേഹിതർക്കും നൽകിയിരിക്കുന്ന വില, സ്ഥാനം നമ്മൾ മറക്കരുത്. അത് വിലയില്ല എന്ന് കരുതരുത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് വലിയ ശക്തിയുണ്ട്. വിശുദ്ധരുടെ മധ്യസ്ഥതയ്ക്ക്, രക്തസാക്ഷികളുടെ മധ്യസ്ഥതയ്ക്ക്, അപ്പസ്തോലന്മാരുടെ മധ്യസ്ഥതയ്ക്ക് യേശുക്രിസ്തുവിന് മുമ്പിൽ വലിയ വിലയും സ്ഥാനവും ഉണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഇത്രമാത്രം പ്രാധാന്യം നൽകി സ്വർഗം അംഗീകരിച്ചിരിക്കുക. സ്വർഗത്തിൻ്റെ രാജ്ഞിയായി പരിശുദ്ധ അമ്മയെ പുത്രനായ ദൈവം അവരോധിച്ചിരിക്കുന്നു. പിതാവായ ദൈവം നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയക്കുവാൻ പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുലിഖിതത്തിൽ പിതാവായ ദൈവം സാത്താനെതിരായ ഒരു ശത്രുത ഈ ലോകത്തിലെ ഒരു സ്ത്രീയുമായി ഉണ്ടാക്കി. അത് പരിശുദ്ധ കന്യക മറിയമാണ് എന്നും നമ്മൾ വചനത്തിലൂടെ തിരിച്ചറിയുന്നുണ്ട്. സ്വർഗം വലിയ അംഗീകാരവും അധികാരവും നൽകിയിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ആയതിനാൽ പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലുള്ള ഇടപെടലുകൾ വിസ്മരിച്ചുകൂടാ. പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ അവഗണിച്ചുകൂടാ. അത് സ്വർഗത്തിൻ്റെ ദൂതാണ്, അത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ദൈവം നൽകുന്ന ഈ വിലയേറിയ സന്ദേശങ്ങൾ സ്നേഹത്തോടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷയ്ക്ക് വേണ്ടി നമുക്കും ബോധപൂർവം അമ്മയോട് ചേർന്ന് ഒരുങ്ങണമെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് അമ്മയുടെ ഓരോ സന്ദേശങ്ങളും നൽകുക. സൗത്ത് കൊറിയയിലെ നാജുവിൽ ജൂലിയ കിം എന്ന് പറയുന്ന ഒരു വീട്ടമ്മയ്ക്ക് പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്, നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. നമ്മുടെ ജീവിതം ഓക്കെയാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും നാജുവിൽ നിന്ന് പരിശുദ്ധയമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു, എല്ലാം അത്ര ഓക്കെ അല്ല. നീ നിൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിച്ചാൽ ഇനിയും നിൻ്റെ ആത്മാവിൽ സാത്താൻ നോട്ടമിട്ടിരിക്കുന്ന ചില മേഖലകളുണ്ട്.
സാത്താനെ പ്രീതിപ്പെടുത്തുന്ന, അവന് സന്തോഷം നൽകുന്ന ചില മേഖലകൾ ഇപ്പോഴും നീ താലോലിക്കുന്നുണ്ട്. ആ മേഖലകളാണ് അനുതാപത്തോടുകൂടി വെറുത്തുപേക്ഷിച്ച് മാനസാന്തരത്തിലേക്ക് നീ കടന്നു വരേണ്ടതെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് നാജുവിൽ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ പറഞ്ഞ വലിയൊരു സന്ദേശമാണ്, മക്കളെ, നിങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിയണം. ഈ ലോകത്തോട് പരിശുദ്ധ അമ്മ സൗത്ത് കൊറിയയിലെ വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന മക്കളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് മുഴുവനും അമ്മ ഈ സന്ദേശം നൽകുക, നിങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിയണം. ദൈവം അവൻ സത്യമാണ്, ദൈവം അവൻ ജീവിക്കുന്നവനാണ്, ദൈവം ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവനിഷേധികളാകുവാൻ ഇന്ന് ലോകത്തെമ്പാടും രാജ്യങ്ങളും സംഘടനകളും ഗ്രൂപ്പുകളും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമെന്ന് പറയുന്ന സത്യത്തെ നിഷേധിക്കുവാൻ ഇന്ന് ലോകം ഓടി നടക്കുകയാണ്. തിരിച്ചറിയുന്നത് ഇപ്രകാരമാണ്, ദൈവത്തെ നിഷേധിക്കുന്നവനെ, ദൈവത്തെ തള്ളിപ്പറയുന്നവനെ ദൈവം ഇത്രമാത്രം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടും അവനെ അംഗീകരിക്കാത്തവനെ ഒരുപക്ഷേ ദൈവവും തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധ അമ്മ വീണ്ടും വീണ്ടും നൽകുന്ന സന്ദേശങ്ങളിൽ നാം മനസ്സിലാക്കുന്നു. ദൈവത്തെ നിസ്സാരമായി കരുതരുത്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നീ നിഷേധിക്കരുത്. ഇത്രമാത്രം സ്നേഹത്തോടെ നിന്നോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകൾ നീ വ്യക്തമായി ലോകത്ത് കണ്ടിട്ടും നിന്റെ ജീവിതത്തിൽ തന്നെ ദൈവം നേരിട്ടും അല്ലാതെ നിന്നോട് സംസാരിച്ചിട്ടും ദൈവത്തിലേക്ക് തിരിയുവാൻ നീ മടിച്ചു നിൽക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വഴിയല്ല എന്ന് പരിശുദ്ധ അമ്മ തിരിച്ചറിയുകയാണ്. അമ്മയുടെ നാജുവിലെ പ്രധാനപ്പെട്ട സന്ദേശമാണ്, മക്കളെ, നിങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിയണം. മെഡ്ജുഗരിയിൽ പരിശുദ്ധ അമ്മ 1981 പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം, അടുത്ത ഒരു പ്രത്യക്ഷപ്പെടൽ നമ്മൾ കാണാൻ പോവുകയാണ്, മെഡ്ജുഗരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. മെഡ്ജുഗരിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ആദ്യം തന്നെ നൽകിയ പ്രധാനപ്പെട്ട സന്ദേശമാണ്, I have come to tell you that God exists. ദൈവം ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ലോകം മുഴുവനും എത്തീസത്തിൻ്റെ പുറകെയും സെക്കുലറിസത്തിൻ്റെ പുറകെയും മറ്റ് ദൈവവിശ്വാസമില്ലാത്ത ചില ആദർശങ്ങളുടെ പുറകെയുമൊക്കെ പോകുമ്പോൾ തിരിച്ചറിയുന്ന സത്യമാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ദൈവത്തിൻ്റെ മുൻപിൽ നാം നിൽക്കേണ്ടി വരും. ലോകത്തെമ്പാടുമുള്ള സകല മനുഷ്യരും, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പുത്രനായ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അടയാളം ആകാശത്ത് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. ലോകത്തെമ്പാടുമുള്ള സകല മനുഷ്യരും, അവൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ഗോത്രത്തിൽപ്പെട്ടവനായാലും, അവരെല്ലാവരും വാനമേഘങ്ങളിൽ മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ സ്വർഗത്തിൽ, അതായത് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ ദർശിക്കും എന്ന് വിശുദ്ധ ലിഖിതം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തെ വിസ്മരിച്ച് ജീവിക്കരുത്, ദൈവത്തെ നിഷേധിച്ച് ജീവിക്കരുത്, ദൈവത്തിങ്കലേക്ക് തിരിയണം. ഇത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു താക്കീതാണ്. ഇന്ന് ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പുറമെ, പാപത്തിൻ്റെ കൂട്ടുകെട്ടുകൾക്ക് പുറമെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ലിഖിതം നമ്മോട് ആവശ്യപ്പെടുകയാണ്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക. ഇന്ന് ലോകത്തിനുള്ളതെല്ലാം നാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാർക്ക് വേണ്ടത് കൊടുക്കുന്നു, സ്വന്തം കുടുംബം പോലും
കുടുംബത്തെ പോലും മാനിക്കാതെ കൂട്ടുകാരെ പ്രീതിപ്പെടുത്തുവാൻ പാപത്തിൻ്റെ വഴികളിലൂടെ നാം പലപ്പോഴും ചരിച്ചിന് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ലോകത്തിനുള്ളതൊക്കെ ലോകത്തിന് കൊടുക്കുന്നു, സീസറിന് വേണ്ടതൊക്കെ സീസറിന് കൊടുക്കുന്നു, അധികാരികൾക്ക് വേണ്ടതൊക്കെ അവർക്ക് കൊടുക്കുന്നു. കൈക്കൂലിയായും മറ്റു പല രീതിയിലും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം നാം ചെയ്യാൻ വിസ്മരിച്ചു പോകുന്നു. ദൈവത്തിനുള്ളത് ഒരു കുറവുമില്ലാതെ ദൈവത്തിന് കൊടുക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് നീ തിരിച്ചു വരണമെന്ന് പരിശുദ്ധയമ്മ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒന്ന്, ദൈവത്തോട് നാം ആലോചന ചോദിക്കണം. നാം ഈ ലോകത്ത് പല മനുഷ്യരുടെയും പുറകെ പല കാര്യങ്ങളും അറിയാനായിട്ട് ഓടി നടക്കുമ്പോൾ ദേവാലയത്തിൽ കടന്നു ചെന്ന് എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ആദ്യമായി ഞാൻ ആലോചന ചോദിക്കണം. എൻ്റെ ദൈവത്തിനാണ് പ്രഥമ സ്ഥാനം നൽകേണ്ടത് എന്ന ബോധ്യത്തോടു കൂടി മനുഷ്യരുടെ പുറകെ പോയി അവരുടെ ഈ ലോകത്തിൻ്റെ വിജ്ഞാനത്തിന് പുറകെ പോകുന്നതിന് മുൻപ് ആദ്യം ദൈവത്തെ അന്വേഷിക്കണം, ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. അപ്പോൾ അവൻ ഒരു മനുഷ്യനും നൽകാൻ ആവാത്ത ജ്ഞാനത്താൽ വിവേകത്താൽ നമ്മെ നിറയ്ക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളായി നാം മാറണം. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ അംഗീകരിക്കുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നടക്കുന്ന നമ്മളെ ഓരോരുത്തരെയും 24 മണിക്കൂറും ദൈവം തൻ്റെ കരുണയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വചനം പഠിപ്പിക്കുന്നു, ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ അംഗീകരിക്കുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന മക്കളായി ദൈവം നമ്മളെ കാണുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യനോ ഈ ലോകത്തിനോ നൽകുവാൻ സാധിക്കാത്ത വലിയ ദൈവീക കൃപകളാൽ നമ്മളെ നിറയ്ക്കുമെന്നുള്ള ഉറപ്പാണ് പരിശുദ്ധ കന്യകാമറിയം സൗത്ത് കൊറിയയിലെ നാജുവിൽ നമുക്ക് നൽകുക. ഇനി ദൈവത്തെങ്കിലേക്ക് നാം തിരിയണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ 3-4 കാര്യങ്ങൾ അതിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് ആദ്യത്തെ കാര്യമാണ് ദൈവത്തോട് ആലോചന ചോദിക്കണമെന്നുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോട് ആലോചന ചോദിക്കണം. ഇനി രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥന അതിന് വിലയുണ്ട്, അതിന് ശക്തിയുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ മുട്ടുകൾ മടക്കണം, നമ്മൾ ദൈവസന്നിധിയിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കണം, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു എന്ന് നമ്മൾ പറയണം, ഈശോയെ, ദൈവമേ, നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമ വ്യക്തി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രഥമ സ്ഥാനം എൻ്റെ ജീവിതത്തിൽ അലങ്കരിക്കേണ്ടത് നീയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ ഉണർത്തണം. നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറണം. ദൈവത്തോട് ആലോചന ചോദിക്കണം, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വ്യക്തിയുടെ ജീവിതം കടന്നു വരികയാണ്. ഇതുപോലെ അനേകം വ്യക്തികളുണ്ട്. ഈ അടുത്ത ദിവസം ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ഞാൻ ഇനി വിശ്വസിക്കില്ല. കാരണം പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ കുറേ വർഷങ്ങളായി ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്നു, എനിക്കൊന്നും ലഭിച്ചിട്ടില്ല.
എനിക്കൊന്നും ലഭിക്കാതെ ദൈവത്തോട് ചോദിച്ച ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുക? പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് സാത്താൻ വച്ചിരിക്കുന്ന വലിയൊരു കെണിയാണ്. സാത്താൻ പലരുടെയും മനസ്സിൽ കൊണ്ട് വെച്ചിരിക്കുന്ന കെണി ഇതാണ്: ദൈവം നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാനിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിനക്ക് രോഗം വന്നാൽ രോഗം മാറാൻ പ്രാർത്ഥിച്ചാൽ രോഗം മാറണം, നിനക്ക് മറ്റെന്തെങ്കിലും വേണമെന്ന് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കണം. അങ്ങനെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ ഉള്ള ഒരു വ്യക്തിയായി ദൈവത്തെ സാത്താൻ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അത് അവൻ്റെ കരുണയിൽ സമർപ്പിക്കുമ്പോൾ അവന് പ്രീതികരമാണെങ്കിൽ ആവശ്യങ്ങളിൽ നാം ചോദിക്കാതെ തന്നെ അവൻ ഇടപെടും. ദൈവത്തെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പലതും ലഭിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ദൈവവുമായുള്ള ആഴമുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തപ്പെടുവാനായി ഉള്ള പരിശ്രമമാണ് ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത്. പിതാവായ ദൈവത്തിന് മുൻപിൽ പുത്രനായ ദൈവം രക്തം വിയർത്ത് നെഞ്ചുരുകി ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എന്നിട്ട് അവിടുന്ന് കൂട്ടിച്ചേർത്തു: എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ആ പാനപാത്രം മാറിപ്പോയില്ല. ആ പ്രാർത്ഥന ദൈവം ശ്രവിച്ചില്ല. പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പുത്രനായ ദൈവം കുരിശുമരണത്തിലൂടെ കടന്നുപോയി ഈ ലോകത്തെ രക്ഷിക്കണമായിരുന്നു. തീക്ഷ്ണമായ രക്തം വിയർത്ത പ്രാർത്ഥന നമ്മുടെ ചിന്തയിൽ ഒരുപക്ഷെ ദൈവം കേട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആ സഹനത്തിലൂടെ കടന്നു പോകുവാനുള്ള ശക്തി ദൈവം പുത്രനായ ദൈവത്തിന് നൽകി. നമ്മുടെ പ്രാർത്ഥനയും, പ്രിയമുള്ള സഹോദരങ്ങളെ, ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന പ്രാർത്ഥനകളാകാതെ ദൈവത്തോട് അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്ന പ്രാർത്ഥനയായി മാറണം. ഇനി മൂന്നാമതായി, 1, ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. 2, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനി മൂന്നാമതായി, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബത്തെയും നമ്മൾക്കുള്ള സർവ്വതും ദൈവത്തിന് സമർപ്പിക്കണം. ദൈവത്തിന് അടിയറ വയ്ക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഈ പുതുവർഷത്തിൽ തന്നെ നമുക്കുള്ള സർവ്വതും ദൈവത്തിൻ്റെ അധികാരത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മറ്റൊരു വ്യക്തിയോ മറ്റൊരു അധികാരിയോ നമ്മളെ കീഴ്പ്പെടുത്തില്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് ചുമ്മാ ബുദ്ധിയുടെ തലത്തിലൊരു ബന്ധമല്ല, അത് വൈകാരിക ബന്ധമാണ്, ഹൃദയം കൊണ്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ നമുക്കുള്ള സർവ്വതും, നമ്മുടെ ജോലി, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വിശ്വാസം, നമ്മുടെ സർവ്വതും ദൈവത്തിന് സമർപ്പിക്കണം, ദൈവത്തിന് അടിയറ വയ്ക്കണം. ദൈവം ആണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനമെന്ന് അതിലൂടെ ഏറ്റുപറയണം. ഇതാണ് പരിശുദ്ധ കന്യകാമറിയം സൗത്ത് കൊറിയയിലെ നാജുവിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് പരിശുദ്ധയമ്മ പറയുമ്പോൾ പലപ്പോഴും എന്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഇനി ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ഫലമുണ്ടോ ഒക്കെ ഉള്ള ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. കാരണം എൻ്റെ അനുവാദം കൂടാതെ, എന്നോട് ചോദിക്കാതെ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് രൂപം നൽകി, രൂപഭാവം നൽകി, എൻ്റെ എനിക്കുള്ള സർവ്വതും നൽകി ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി എൻ്റെ ദൈവം അവിടുത്തെ അനന്തമായ സ്നേഹത്തിൽ എന്നെ കൊണ്ടുവന്നുവെങ്കിൽ ദൈവം ഇനി എനിക്കെന്തു നൽകിയെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമില്ല. ഞാൻ അറിയാതെ തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്ന എൻ്റെ ആത്മാവിനെ
നിത്യരക്ഷയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചു, കുരിശിൽ മരിച്ചു, എന്നെ രക്ഷിച്ചു. ഇനി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കുവാൻ എനിക്ക് അവകാശമില്ല. ഇനി ഞാൻ ചോദിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ്. നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യം മറ്റൊന്നാണ്. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ 2022 കടന്നുപോയി. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഈ 2022 എന്ത് ചെയ്തു? ഈ 2023 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് വേണ്ടി ഈ 2023 ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുവെന്നുള്ളതല്ല, ഇനി ഞാൻ എൻ്റെ കൂടെ ആയിരിക്കുവാൻ, എൻ്റെ ദൈവത്തെ സ്വന്തമാക്കുവാൻ ഞാൻ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് നാം ചോദിക്കേണ്ട ചോദ്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ നാജുവിലെ ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ദൈവം മഹത്വപ്പെടുന്ന നിമിഷങ്ങളായി മാറ്റി, നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട പ്രവൃത്തികളായി മാറ്റി, ദൈവത്തിൻ്റെ തിരഹിതം ഈ ലോകത്ത് നിറവേറ്റുന്ന ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി നമ്മളെ ഓരോരുത്തരെയും മാറ്റുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.